കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകാനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ രക്ഷകനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വലോത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് കത്തോലിക്ക തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒറ്റപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായി പോയി എന്ന് പലപ്പോഴും തിരിച്ചറിയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ നന്നായി ചെറുപ്പത്തിൽ നമ്മൾ തമ്പുരാനോടൊത്ത് ആ ഒരു സ്നേഹത്തിൽ വളർന്നു വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ കാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ദൈവിക സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖ കൂടി ജനിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ നൂറ്റാണ്ട് മുതൽ ഈ ഒരു ഭക്തി എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടിരുന്നു. നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മളും ഓർക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവസ്നേഹത്താൽ നമ്മളും ഓരോ നിമിഷവും പൊതിയപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇന്ന് പ്രതിവചന സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ട 91-ാം സങ്കീർത്തനം ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ എപ്പോഴും നമ്മൾ പ്രഭാതത്തിലെ ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സംരക്ഷണം നമ്മൾ എപ്പോഴും ഉറപ്പാക്കുന്നതാണ്. അവിടെയും ആവർത്തിക്കുന്നുണ്ട് അവിടുത്തെ ദൂതന്മാരുടെ സംരക്ഷണം. സ്നേഹമുള്ളവരെ, ആത്മീയജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവസ്നേഹത്താൽ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടുത്തെ സംരക്ഷണത്താൽ നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നമ്മളും നമ്മുടെ നിഴൽ പോലെ പലപ്പോഴും ഈ കാവൽമാലാഖമാർ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടും അതിനെ തഴയുകയും അല്ലെങ്കിൽ ആ ഒരു കാവൽമാലാഖയെ പലപ്പോഴും നമ്മൾ മാറ്റൊലിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാതെ പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഒരു കാവൽമാലാഖ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടടുത്ത് വന്ന് നമ്മളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ വേറൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ആപത്ത് ഘട്ടങ്ങളിൽ നമ്മുടെ തുണയായും സംരക്ഷിക്കുകയായും അല്ലെങ്കിൽ ഒരു ചേർത്തുന്നതായിട്ട് പലപ്പോഴും കാവൽമാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കതിനെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം, ശിശുക്കളെ പോലെ ആകാൻ തമ്പുരാൻ പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു വിശ്വാസത്തിൻ്റെ പൊലിമയിൽ നമ്മൾ ഓരോരുത്തരും ആകാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഈ ഒരു പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ മറുപടി പറഞ്ഞതുപോലെ, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ഒരു തിരുവചനമാണിത്. സങ്കീർത്തനം വളരെ ഭംഗിയായിട്ട് ഇത് പറയുമ്പോഴും പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട്, നിന്റെ കാവൽമാലാഖമാരെ നിങ്ങൾ ഒരിക്കലും നിന്ദിക്കരുത് എന്ന്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണെങ്കിലും മാലാഖമാരാൽ ഓരോരുത്തരും നയിക്കപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഓരോ എഴുത്തും ഈ കാവൽമാലാഖമാരുടെ സംരക്ഷണത്തെ പറ്റി ആവർത്തിച്ച് പറയുമ്പോഴും ആ ഒരു സ്നേഹത്തിൽ ഓരോരുത്തരും നയിക്കുന്ന നമ്മൾ കാണുമ്പോഴും നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ആത്മീയ യാത്രയിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരു നിഴൽ പിന്തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമായിട്ട് എപ്പോഴും കാവൽമാലാഖമാർ നമ്മളെ പിന്തുടരുന്നുണ്ട്. എത്ര ഇരുട്ടടിച്ച് നമ്മൾ മുമ്പോട്ട് പോയാലും അല്ലെങ്കിൽ ഏതൊരു ദിക്കിൽ നമ്മൾ മാറ്റൊലി കൊണ്ട് മാറി നിന്നാലും പലപ്പോഴും ഒറ്റപ്പെട്ട് നമ്മൾ ഓർക്കുമ്പോഴും ഈ നിഴൽ ഒരിക്കൽ പോലും നമ്മളെ പിന്തിരിഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് കാവൽമാലാഖമാർ. ഓരോ നിമിഷവും നമ്മളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും
തമ്പുരാന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കാനും കാവൽമാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.